ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്ത് മിക്സ് ഉണ്ടാക്കി നോക്കാം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: മുത്താറി, റാഗി എന്ന് പറയും, മില്ലറ്റി, ചോളം, കൽക്കണ്ടം, നവരരി, പരിപ്പ്, കടല, പിസ്ത, ബാർലി, ഗോതമ്പ്, ചെറുപയർ, പട്ട, നിരക്കടല എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുകയാണ്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് അറിയില്ല. ബദാം, കശുവണ്ടിപ്പരിപ്പ്, ഏലം, എല്ലാം ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇതിൽ ഇവർ കഴുകണ്ട, ഈ പാക്കറ്റ് വാങ്ങുന്ന സമയത്ത് അതിൽ കഴുകണ്ട എന്നൊക്കെ എഴുതിയിരുന്നു. പക്ഷെ നമ്മളിതൊന്ന് കഴുകി നന്നായി വേസ്റ്റ് പോയിട്ടുണ്ട് കേട്ടോ. കഴുകിയ സമയത്ത് നമ്മൾ കുഞ്ഞുമക്കൾക്ക് കൊടുക്കുന്നതല്ലേ, കഴുകിയിട്ട് തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. നന്നായി ഇതൊന്ന് വാഷ് ചെയ്ത് വരാം നമുക്ക്. ഇത് ഇങ്ങനെ പാക്കറ്റായിട്ടാണ് കേട്ടോ നമ്മൾ വാങ്ങിയത്. എന്നിട്ട് ഇത് ഇതിലുള്ള സാധനങ്ങളെല്ലാം കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഇത് നന്നായി കഴുകിയതിന് ശേഷം വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം. നന്നായി ഉണങ്ങി വന്നതിന് ശേഷം നമുക്കിതിനെ ഒന്ന് മിക്സിയിൽ എടുത്ത് നന്നായി പൊടിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. നന്നായി ഇതൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇത് നല്ലോണം ഡ്രൈ ആകാതെ പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ചീത്തയായി പോവും. അതുകൊണ്ട് നല്ലോണം ഡ്രൈ ആകുന്നവരെ നമ്മൾ വെക്കണം. അത് ഉണങ്ങാൻ വെച്ച സമയത്ത് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുകയും ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മക്കൾക്ക് കൊടുക്കുന്ന സാധനമാണ്. നല്ല വൃത്തിയിൽ ചെയ്തെടുക്കേണ്ടതുണ്ട്. നന്നായി ഇത് ഉണങ്ങി വന്നതിന് ശേഷം നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ കൂടിയുണ്ട്. ഉണങ്ങിയതിന് ശേഷം ഇനി നമുക്കിതൊന്ന് ചെറുങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇത് റോസ്റ്റ് ചെയ്ത് പൊടിച്ച് കഴിഞ്ഞാൽ ഞങ്ങളിത് 8 മാസം മുതലുള്ള കുട്ടികൾക്ക് ഇത് കൊടുക്കാവുന്നതാണ്. ഞങ്ങൾ കൊടുക്കുന്നത് പാല് ചേർക്കാറില്ല. ചെറിയ കുട്ടികൾക്ക് പാല് നല്ലതല്ല. അതുകൊണ്ട് നമ്മൾ സാദാ വെള്ളമില്ലേ, പച്ചവെള്ളം, അതിൽ തന്നെ മിക്സ് ചെയ്ത് അടുപ്പത്ത് വെച്ച് കുറുക്കി എടുത്തിട്ടാണ് കൊടുക്കാറ്. നമുക്കിപ്പോൾ ഇത് നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കണം. റോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു മിക്സിയിലിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. നന്നായി ഇത് റോസ്റ്റ് ചെയ്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കേണ്ടതുണ്ട്. ഇത് ചൂട് പോയതിന് ശേഷം കേട്ടോ പൊടിക്കാവും. ചൂടാറിയതിന് ശേഷം നല്ല നൈസായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 8 മാസം മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്ന അത്ര നല്ലതല്ല.